ഹൈ ഓൾ വെൽക്കം ടു ലൂമി സ്പിന്നിൻ്റെ പഴയ ആപ്റ്റിറ്റ്യൂഡിൻ്റെ 23ാമത്തെ ക്ലാസ് ആണ്. നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, ബേസിക്കലി നമുക്ക് ഇതിൻ്റെ അകത്ത് രണ്ട് ടൈപ്പ് ഓഫ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ക്വസ്റ്റ്യൻ ബേസിക്കലി ചോദിക്കാറ്. ഏതൊക്കെയാണ്? ഒന്ന് സർക്കുലർ അറേഞ്ച്മെൻറ്റും പിന്നെ ഒന്ന് ലീനിയറും. ഓക്കെ, ഒരു ലൈനിലുള്ള അറേഞ്ച്മെൻറ്റ്. ആദ്യം സർക്കുലർ നോക്കാം. സർക്കുലർ അറേഞ്ച്മെൻറ്റ് മീൻസ് ഒരു സർക്കിളിന് ചുറ്റും സർക്കിളിന് സെൻറ്ററാണ് ആൾക്കാർ അറേഞ്ച് ചെയ്യുന്നതാണ് എന്ത് സർക്കുലർ അറേഞ്ച്മെൻറ്റ്. ഈ സർക്കുലർ അറേഞ്ച്മെൻറ്റ് പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കണമെന്നില്ല. അത് എവിടെ വേണേൽ വെക്കാം. കാരണം ഇവിടെ സ്റ്റാർട്ട് ചെയ്താലും ഇവിടെ സ്റ്റാർട്ട് ചെയ്താലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് നമുക്കത് എവിടെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. ബട്ട് നമ്മുടെ ലീനിയർ അറേഞ്ച്മെൻറ്റ് അങ്ങനെയല്ല, അത് അതെത്തുമ്പോൾ പറയാം. ഓക്കെ, അപ്പം ആ രീതിക്കാണ് സർക്കുലർ അറേഞ്ച്മെൻറ്റ് വരും. പിന്നെ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുള്ളത്, നമ്മളിപ്പം ഒരാളിവിടെ ഇരുന്നു പറയുന്നത് എന്താണ്, അയാൾ സെൻട്രലിലേക്ക്, അതായത് റൗണ്ട് ടേബിളിൻ്റെ സെൻട്രലിലേക്ക് ഫേസ് ചെയ്താണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അസ്യൂം ചെയ്തേക്കാം ഇത് ഒരു റൗണ്ട് ടേബിൾ ആണ്. ഞാൻ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നത് എൻ്റെ റൈറ്റ് എങ്ങോട്ടായിരിക്കും? എൻ്റെ റൈറ്റ് ഇങ്ങോട്ടായിരിക്കും, ഇയാളെ റൈറ്റ് ഇങ്ങോട്ടായിരിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റ് ഈ ഒരു സൈഡിലേക്ക് ആയിരിക്കും. ഓക്കെ, ഇങ്ങോട്ടായിരിക്കും എന്തുണ്ടാവുക? ലെഫ്റ്റ് ഉണ്ടാവുക. ഇത് ഇയാൾ സെൻട്രലിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ, ഈ സെൻട്രലിലേക്കല്ല ഫേസ് ചെയ്തിരിക്കുക, അതിന് ഓപ്പോസിറ്റ് ആണെങ്കിലോ? ഫോർ എക്സാമ്പിൾ അയാൾ ഫേസ് ചെയ്യുന്നത് ഈ ഒരു സൈഡിലേക്കാണെങ്കിലോ, അതായത് ഞാൻ ഫേസ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണെങ്കിൽ എന്തായിരിക്കും? ഈ ഒരു പൊസിഷൻ എങ്ങോട്ട് എന്തായിരിക്കും? അയാളെ ലെഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇങ്ങോട്ട് എന്തായിരിക്കും? അയാളുടെ റൈറ്റ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അതൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? there are 8 people sitting around a circular table. A is sitting. പിന്നെ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് വരയ്ക്കാം? സർക്കുലർ ടേബിൾ എന്ന് പറഞ്ഞിട്ട് അപ്പം ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? എ is sitting immediate ലെഫ്റ്റ് ഓഫ് ബി. അപ്പോൾ നമുക്ക് എന്താ വെക്കാം? ആദ്യം ബി എന്ന് വരച്ച് നോക്കാം. അവിടെ എവിടെ സിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത്? ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ബി. അതെവിടെയായിരിക്കും? എ ഈ ഒരു പോയിന്റിലേക്കാണ്, സെൻറ്ററിലേക്കാണ് നോക്കിയിരിക്കുന്നത് അസ്യൂം ചെയ്യും. അപ്പോൾ അങ്ങനെ വെച്ചാൽ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആയിരിക്കും, ഈ സൈഡായിരിക്കും. അവിടെയാണ് ആരുള്ളത്? എ ഉള്ളത്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. പിന്നെന്താ? ഡി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ സി ആൻഡ് ഇ. ഡി എന്താണ്? സിൻ്റെയും ഇയുടെയും ഇടക്കാണ് ആരുള്ളത്? ഡി ഉള്ളത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയാം. ആൻഡ് എഫ് ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഇ. അതായത് എന്താണ്? അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഡി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ സി ആൻഡ് ഇ, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. സർക്കുലറിൽ ലീനിയറാക്കി എഴുതുന്നേ ഉള്ളൂ. ഏതുമ്പോൾ സർക്കിളിൽ തന്നെ എഴുതണം. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? സി ഡി ഇ. ഇവിടെ രണ്ട് രീതിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാ കറക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഏതാണ് നമുക്ക് നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പറഞ്ഞിട്ട് അതുകൂടി ചെക്ക് ചെയ്ത് നോക്കണം. എന്താണ്? എഫ് ഈ സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഇ. ഓക്കെ, അതായത് ഇത് രണ്ട് ഇതുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാന്ന് കറക്റ്റ് നോക്കാൻ വേണ്ടി എന്താക്കണം? ഈ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് രണ്ടും എന്താക്കാം? ഒരു സർക്കിളിൻ്റെ അകത്ത് തന്നെ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു സർക്കിൾ വരച്ചു. ഇതിൻ്റെ കാര്യം കൺസിഡർ ചെയ്യേണ്ട, ഈ ഒരു കാര്യത്തിൽ തന്നെ എടുത്ത് നോക്കാം. എന്താണ്? ഒന്നുകിൽ ഇ ഡി സി. ഇങ്ങനെ ആകുമ്പോൾ എന്താണ്? സി ഇൻ ബിറ്റ്വീൻ ഇ എൻ സി ആണ്, ഡി ഇൻ ബിറ്റ്വീൻ ഇ എൻ സി ആണ്. അതുപോലെ തന്നെ പിന്നെ എന്താ പറഞ്ഞത്? എഫ് ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ്. അതായത് ഇമ്മീഡിയറ്റ് റൈറ്റ് വെച്ചാൽ എവിടെയാണ്? ഈ ഒരു പൊസിഷനിലാണ് വരിക. അപ്പം ഇമ്മീഡിയറ്റ് റൈറ്റിൽ ഇനി ആരെ കൊണ്ടുപോയി വെക്കാൻ പറ്റുമോ? എഫിനെ കൊണ്ടുപോയി വെക്കാൻ പറ്റും? ഇല്ല, കാരണം ഇമ്മീഡിയറ്റ് റൈറ്റ് ആൾറെഡി ആരുണ്ട്? ഡി ഉണ്ട്. അതിനെ മാറ്റാനും പറ്റില്ല. അപ്പം ഇതിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കും വരിക? ഇത് ഓർഡർ തെറ്റാണ്, മനസ്സിലായി. അപ്പോൾ ഓർഡർ എങ്ങനെയായിരിക്കും? സി ഡി ഇ. ഈ രീതിക്കായിരിക്കും ഇതിൻ്റെ ഓർഡർ ഉണ്ടാവുക. അപ്പം ഈ രീതിക്കാണെങ്കിൽ ഇതിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരെ വെക്കാൻ പറ്റും? ഇവിടെ എഫിനെയും വെക്കാൻ പറ്റും. ഓക്കെ, ഒന്നുകൂടി പറയാണ്, ഈ രണ്ട് രീതിക്ക് നമുക്കിത് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഓർഡറിൽ. അപ്പം കറക്റ്റ് ഓർഡർ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി തന്നിട്ടുണ്ട്. എഫ് എന്തായിരിക്കണം? ഇയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആയിരിക്കണം. അപ്പോൾ ഏത് ഓർഡർ വരേണ്ടത്? ഈ ഒരു ഓർഡറാണ് വരുന്നത്. അപ്പം നമുക്കത് എന്താക്കാം? നമ്മുടെ മെയിൻ ഫിഗറിലേക്ക് അത് വരക്കാം. ഓക്കെ, എന്താ വേണ്ടത്? ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ്. ഇവിടെ സി ആയിരിക്കണം, ഇവിടെ ഡി ആയിരിക്കണം, ഇവിടെ എന്താണ്? ഇ ആയിരിക്കണം, ഇവിടെ എന്താണ്? എഫ് ആയിരിക്കണം. ഇപ്പോൾ പറഞ്ഞാലും കറക്റ്റ് ആയാലും ചെക്ക് ചെയ്ത് നോക്കാം. എ ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ബി, ഇത് കറക്റ്റ് ആണ്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ സി ആൻഡ് ഡി. ഡി എന്താണ്? ഡി സിയുടെയും ഇയുടെയും ഇടക്കാണ്, അതും കറക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ എഫ് ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ്. എഫ് എന്താണ്?
ഇയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ്, അതും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് കറക്റ്റ് ആണെന്ന്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നോക്കേണ്ടത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത് നോക്കാം. ഹൂ ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഡി? ഡിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലായിരിക്കുന്നത് സി ആണ് ഇരിക്കുന്നത് അല്ലേ? അപ്പം ഫസ്റ്റ് ആൻസർ സി ആണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇവിടെ? ഹൂ ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി? സിയുടെ മൂന്നാമത്തെ ലെഫ്റ്റിലേക്ക് നോക്കിയാൽ മൂന്നാമത്തെ ആൾ ആരാണ്? ആരാണ്? 1, 2, 3, അതാരാണ്? എഫ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ടും നമുക്ക് ആൻസർ കിട്ടി. നമ്മൾ സിമ്പിളായിട്ട് എന്താ ചെയ്തത്, തന്ന ഡാറ്റ നമ്മൾ സർക്കുലർ അറേഞ്ച്മെന്റിലേക്ക് മാറ്റി. അപ്പം മാറ്റുമ്പോൾ എന്താണ്, നമുക്ക് കുറേ കേസുകൾ വരും. ഇപ്പം ഇത് വന്ന പോലെ തന്നെ ഇവിടെ ഒരു ഡാറ്റ എന്നത് ഡി എന്താണ്, സിയുടെയും ഇയുടെ ഇടക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഈ രീതിക്കും വരാം, ഈ രീതിക്കും വരാം. അപ്പം കറക്റ്റ് രീതിക്ക് വരുന്ന ഏതാ നോക്കാൻ നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് ഒരു ഡാറ്റ തന്നിട്ടുണ്ട്, ആ ഡാറ്റയും കൊണ്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് ഒരു ഓർഡർ മാത്രമേ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് സർക്കുലർ അറേഞ്ച്മെന്റ് തന്നെയാണ്. 5% കുറച്ച് ഡീറ്റെയിൽസ് ആണ്. കുറച്ച് എന്താ ചെയ്യേണ്ടത്, ഒരു സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് തന്ന ഡീറ്റെയിൽസ് നിങ്ങൾ ഫസ്റ്റ് എടുത്തത് ഏതാണെന്നറിയോ? ഇമ്മീഡിയറ്റ് റൈറ്റ് ഓർ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും അത് ഫിക്സ്ഡ് ആണ്, അത് വേറെ എന്താ അറേഞ്ച്മെന്റ് വന്നാലും മാറില്ല. അപ്പോൾ ഫസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ് ബിറ്റ്വീൻ, അതായത് ഇപ്പോൾ എയും ബിയുടെ ബിറ്റ്വീൻ തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. അതായിരിക്കും കുറച്ചും ബെറ്റർ. അല്ലെങ്കിൽ ഇറർ വരാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓർ ഇമ്മീഡിയറ്റ് റൈറ്റ് എന്നത് ഫസ്റ്റ് എടുത്ത് എഴുതുക. ഇവിടെ ഏതൊക്കെ തന്നിട്ടുള്ളത്, ഡി ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് സി. സിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ്. അപ്പോൾ സി ആദ്യം എഴുതുക, അതിൻ്റെ റൈറ്റ് അതേതാണ്, ഇതാണ്. അവിടെ എന്താ വരിക, ഡി ആണ്. നമ്മൾ ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്നത്, സെൻട്രലിലേക്ക് ഫേസ് ചെയ്യുന്ന അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ആൻഡ് ഇ ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ബി. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ ബി ഇവിടെ എഴുതി, അതിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരാണെന്ന് പറഞ്ഞിട്ടുള്ളത്, ഇ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതൊക്കെ ഇത് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഇമ്മീഡിയറ്റ് റൈറ്റും കഴിഞ്ഞു. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, എ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ബി ആൻഡ് സി. ബിയുടെയും സിൻ്റെ അടുത്ത് ആരുണ്ട്, എ ഉണ്ട്. അപ്പോൾ നമുക്ക് തന്ന ഡാറ്റ ഫുൾ കംപ്ലീറ്റ് ആയോ? എ ഈസ് സിറ്റിംഗ് ബി ആൻഡ് സി കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഡി ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് സി കറക്റ്റ് ആണ്. ഇ ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ബി, അതും കറക്റ്റ് ആണ്. ഓക്കെ, പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, ഹൂ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ഡി ആൻഡ് ബി? ബിയുടെയും ഡിയുടെയും ഇരിക്കുന്ന ആരാണ്, ഇ ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. ആദ്യം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് എന്താണ്, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓർ ഇമ്മീഡിയറ്റ് റൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാം, ബിറ്റ്വീനിൽ ചെയ്യാം. എന്നാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാനും പറ്റും, ഇറർ മാക്സിമം കുറയ്ക്കാനും പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ലീനിയർ അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ സർക്കുലർ ആണ്, ഇനി പറയാൻ പോകുന്നത് ലീനിയർ. സർക്കുലർ ലീനിയർ തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സർക്കുലറിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ബട്ട് ലീനിയറിനകത്ത് എവിടെയും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം അതിന് റൈറ്റും ലെഫ്റ്റും രണ്ട് എൻഡുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ പറഞ്ഞു, ഒരാൾ നോർത്തിലേക്ക് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത് ഒരു റോൻ്റെ അകത്ത്. ഇപ്പം കുറേ ആൾക്കാരിൽ അതിൻ്റെ അകത്ത് ഒരാൾ ഫേസ് ചെയ്തിരിക്കുന്നത് എന്താണ്, നോർത്തിലേക്കാണ്. അപ്പോൾ നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുമ്പോൾ അയാളെ റൈറ്റ് ഇതായിരിക്കും, അതുപോലെ തന്നെ ലെഫ്റ്റ് ഇതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സൗത്തിലേക്കാണെങ്കിലോ, സൗത്തിലേക്കാണെങ്കിൽ ഇത് ലെഫ്റ്റ് ആയിരിക്കും, ഇത് റൈറ്റ് ആയിരിക്കും. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ജസ്റ്റ് സിമ്പിളാക്കി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഡയഗണൽ എന്ന രീതി, ഡയഗണലായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞുതരാം. രണ്ട് റോലായിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. എ ബി സി ഡി ഇ എഫ്, മൊത്തം 6 ആൾക്കാർ 2 റോല്, 3 ആൾക്കാർ ഒരു റോൽ വീതം ഇരിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഡയഗണലി ഇരിക്കുന്ന എങ്ങനെ പറഞ്ഞാൽ അത് ഏതായിരിക്കും, അതൊരിക്കലും ഇതായിരിക്കില്ല. ശ്രദ്ധിക്കണം, ഡയഗണൽ എന്ന് പറഞ്ഞതല്ല. ഡയഗണൽ പറഞ്ഞ ഏതാണ്, 2 എൻഡുള്ള ആൾക്കാർ തമ്മിൽ, ഓപ്പോസിറ്റ് ആൾക്കാർ തമ്മിലാണ് ഡയഗണലി പറയുന്നത്. ഓക്കെ, ആ കൃത്യമായി നോക്കണം. ആ ഒരു സാധനം തെറ്റിയാൽ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി എത്തും. എന്നോട് പറയാം, ഡയഗണലി പറഞ്ഞാൽ എന്താണ്, ഈ 2 എൻഡുള്ള ആൾക്കാരുള്ളതാണ് എന്ത് പറയുന്നത്, ഡയഗണലി. എന്ത് കേസ് എടുത്തു നോക്കിയാൽ മതി, നമ്മളെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, ആ റെക്റ്റാങ്കിളിലെ ഡയഗണൽ ഏതാണ്, 2 എക്സ്ട്രീം കോർണേഴ്സ് തമ്മിലുള്ള ഇതാണല്ലോ ഡയഗണൽ, കണക്ട് ചെയ്യുന്നതാണല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഒരു കേസിൽ വരുന്നത്. ഒരിക്കലും ഈ ഒരു സാധനം ഇപ്പം വരച്ച ഡയഗണലാക്കി എടുക്കരുത്, അത് തെറ്റാണ്. നെക്സ്റ്റ് നമുക്ക് ലീനിയർ അറേഞ്ച്മെന്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നിങ്ങൾ സർക്കുലർ ചെയ്യുന്ന പോലെ ആദ്യം ഡാറ്റ എടുത്ത് എഴുതരുത്, ആ മിസ്റ്റേക്ക് വരും. കാരണം ഇതിൻ്റെ അകത്തൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്തായാലും വേണം. സർക്കിളിൽ എന്താണ്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആവശ്യമില്ല. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും സർക്കുലർ ആയതുകൊണ്ട് ആ ഒരു ഓർഡറിൽ തന്നെ വരും. ബട്ട് ഇവിടെ സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്ന ഡാറ്റകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിന് ശേഷം മാത്രമേ ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തന്ന ആദ്യം നോക്കാം. ദർ ഇസ് എ 6 person സിറ്റിംഗ് ഇൻ എ റോ ഫേസിങ് നോർത്ത്. നോർത്തിലേക്കാണ് ഫേസ് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
എ ഈസ് സിറ്റിംഗ് ടുവേർഡ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ബി. എ എന്താണ്? ബിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് സി. സിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലും ആണ്. അപ്പം ഇത് കംപ്ലീറ്റ് ആയി. സി ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് സി ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എഫ്. എഫിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് ആര് ഇരിക്കുന്നത്? സി ഇരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ഓക്കെ. ഡി ഈസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഇ. ഡി എന്താണ്? ഇയുടെ ഡി ഈസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഇ. ഇയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് ആരുള്ളത്? ഡി ഉള്ളത്. നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. എ ഈസ് സിറ്റിംഗ് ടുവേർഡ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ബി. ബിയുടെ ലെഫ്റ്റിലാണ് ആരുള്ളത്? എ ഉള്ളത്. കറക്റ്റാണ്. ആൻഡ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് സി. സിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ്. അതും കറക്റ്റാണ്. ഓക്കെ. പിന്നെ അടുത്ത എന്താണ്? സി സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എഫ്. സി എന്താണ്? എഫിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ്. അതും കറക്റ്റാണ്. പിന്നെ എന്താണ്? ഡി ഈസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഇ. ഇയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് ആരുള്ളത്? ഡി ഉള്ളത്. ഓക്കെ. അപ്പം നമുക്ക് ഓർഡർ കിട്ടിയാൽ നമുക്ക് ലീനിയർ അറേഞ്ച്മെൻറ്റിൽ കൊടുത്തു നോക്കാം. ഇവിടെ എന്താണ്? എഫ് സി എ ബി. നമുക്കെന്താണ്? ഈ ഇയും ഡിനെ കുറിച്ച് വേറെ ഒരു ഡാറ്റ തന്നിട്ടില്ല. ഒന്നുകിൽ എന്താവാം? ഇ ഇവിടെ വരാം, ഡി എന്താവാം? ഇവിടെ വരാം. അല്ലെങ്കിൽ എന്താവാം? ഇ ഇവിടെ വരാം, ഡി ഇവിടെ വരാം. രണ്ട് ഓർഡറിൽ വന്നാലും അവർ തന്ന ഡാറ്റയിനകത്ത് അത് ഓക്കെ ചെയ്യും. ബട്ട് ഇവിടെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്താണ്? ഹൂ ഈസ് ദ ലെഫ്റ്റ് ഓഫ് എഫ്. എഫിൻ്റെ ലെഫ്റ്റിൽ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. മീൻസ് എഫിൻ്റെ ലെഫ്റ്റിൽ ആരോ ഉള്ളത് കൊണ്ടല്ല അങ്ങനെ ചോദിച്ചത്. അപ്പോൾ നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്ത് ചെയ്യാം. ഓക്കെ. അപ്പോൾ എഫിൻ്റെ ലെഫ്റ്റിൽ ആരോ ഉണ്ട്. മീൻസ് എന്തായിരിക്കും? ഈ ഓർഡർ ആയിരിക്കില്ല. ഏതായിരിക്കും ഓർഡർ? ഈ ഓർഡർ ആയിരിക്കും കറക്റ്റ് വരുന്നത്. നമുക്കൊന്നൊരു നല്ല രീതിക്ക് എടുത്ത് എഴുതാം. എന്തായിരിക്കും? ഈ ഡി. ഈ ഓർഡർ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. കാരണം എന്താണ്? എഫിൻ്റെ ലെഫ്റ്റിൽ ആരോ ഉണ്ട്. അതുകൊണ്ടായിരിക്കും എഫിൻ്റെ ലെഫ്റ്റിൽ ആരാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എഫിൻ്റെ ലെഫ്റ്റിൽ ആരാണ്? ഡി ആണ്. പിന്നെന്താണ്? ദെൻ വിച്ച് ടു പീപ്പിൾ ആർ സിറ്റിംഗ് ഇൻ ദ സെൻറ്റർ. സെൻട്രൽ ആരായിരിക്കുന്നത്? ഇതും പോയി സെൻട്രൽ ആരായിരിക്കും? എഫും സിയും ആയിരിക്കും എന്ത്? സെൻട്രലിൽ ഇരിക്കുന്നത്. ഓക്കെ. ഈ ലെഫ്റ്റും റൈറ്റും എടുത്തതിൻ്റെ റീസൺ മനസ്സിലായല്ലോ. ഇത് നോർത്തിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗം ലെഫ്റ്റും ഈ ഒരു ഭാഗം എന്തായിരിക്കും? ഈ ഒരു ഭാഗം റൈറ്റും ഈ ഒരു ഭാഗം എന്തായിരിക്കും? ലെഫ്റ്റും ആയിരിക്കും. ഒന്നുകൂടി പറയാം. സർക്കുലറിൽ ചെയ്യുന്ന പോലെ തന്ന ഡാറ്റ അതുപോലെ തന്നെ എടുത്ത് ചെയ്തിട്ട് തെറ്റും. അതിന് പകരം എല്ലാ ഡാറ്റ ഇൻഡിവിജ്വലായിട്ട് എഴുതി വെക്കുക. അതിന് ശേഷം മാത്രം എന്താക്കുക? നമ്മളെ ലീനിയർ അറേഞ്ച്മെന്റിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അത് അവിടെ ആഡ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് there are 5 persons sitting in a row facing south. സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സൗത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ ഇതാണ് സൗത്ത്. സൗത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ ഇതെന്താണ്? ഇത് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും ഒരാൾ. അതുപോലെ തന്നെ ഇതെന്തായിരിക്കും? റൈറ്റ് സൈഡ് ആയിരിക്കും. ആ സൈഡുകൾ മാറിപ്പോയത്. സൈഡുകൾ മാറിപ്പോയാൽ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി മാറും. ആൻസർ കംപ്ലീറ്റ്ലി മാറും. ഓക്കെ. അപ്പം സൗത്തിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതായിരിക്കും എന്ത്? അയാളുടെ ലെഫ്റ്റ്. അതുപോലെ തന്നെ ഇതായിരിക്കും എന്ത്? അയാളുടെ റൈറ്റ്. ഓക്കെ. നമുക്ക് ചെയ്ത് നോക്കാം. പി സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ. ക്യൂവിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ആരിയിരിക്കുന്നത്? ക്യൂയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആയിരിക്കും. ഈ ഒരു സൈഡായിരിക്കും. അവിടെയാണ് ആരിയിരിക്കുന്നത്? പി ഇരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വന്നു. പി സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ ആൻഡ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ. പിന്നെ അത് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ആറിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിനും കൂടി ആരിയിരിക്കുന്നത്? പി. അതായത് ഇമ്മീഡിയറ്റ് റൈറ്റ് ആറിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ഈ ഒരു പൊസിഷൻ. അപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും വരിക. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആർ ഈസ് ദ ലെഫ്റ്റ് ഓഫ് ടി. ടിയുടെ എന്താണ്? ലെഫ്റ്റിലാണ് ആറ് വരുന്നത് അല്ലേ? ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല, ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൻ്റെ തൊട്ടടുത്ത ലെഫ്റ്റ് തന്നെ. ലെഫ്റ്റ് പറഞ്ഞാൽ ലെഫ്റ്റിൽ ഏടെ വേണം വരാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ടിയുടെ ലെഫ്റ്റിലാണ് ആറ് എന്ന് പറഞ്ഞത്. അപ്പം എന്താണ്? ഇവിടെ ഇപ്പം 3 ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ മൂന്നാമത്തെ ആളായിട്ട് വരാം ആര്? ആറ് വരാം. പക്ഷെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് പറഞ്ഞാൽ എന്താണ്? ടി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ആളായിട്ട് വരണം. ഇമ്മീഡിയറ്റ് പറഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്ത ആളായി വരണില്ല, എവിടെ വേണമെങ്കിലും വരാം. ഓക്കെ. നമുക്ക് ബാക്കി നോക്കാം. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? എസ് സി സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ടി. ടിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരാ ഇരിക്കുന്നത്? എസ് ഇരിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പം
എസ് ഈ സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ടി. ടിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലായിരിക്കും എസ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താ വരിക? ടി വന്നു, പിന്നെ എസ് വന്നു, പിന്നെ ആരാണ്? ക്യൂ പി ആർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, നമുക്ക് ക്യൂ വെച്ച് തുടങ്ങിക്കൂടെ എന്ന്, അല്ലേ? അതായത് ഇതാണ് നമ്മൾ കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, നമുക്ക് ക്യൂ പി ആർ എസ് ടി ഇങ്ങനെ എഴുതിക്കൂടെ ഡൗട്ട് ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ടി എസ് ഇങ്ങനെ എഴുതാൻ പറ്റില്ല ഡൗട്ട്. ബട്ട് ഇങ്ങനെ എഴുതിയ എന്താണ്? ഈ ഒരു കണ്ടീഷൻ എന്താണ്? ടിയുടെ ലെഫ്റ്റിലാണ് ആരുള്ളത്? ആറുള്ളത്. അത് സാറ്റിസ്ഫൈ ചെയ്യോ? ഇല്ല, അത് കിട്ടില്ല. അപ്പം എന്താണ്? നമുക്ക് ഇങ്ങനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കതൊന്ന് നോക്കാം. ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന്. ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഹൂ ഈസ് സിറ്റിംഗ് അറ്റ് ദ എക്സ്ട്രീം റൈറ്റ് ഓഫ് ദ റോ. ഈ റോയുടെ എക്സ്ട്രീം റൈറ്റിൽ ആരായിരിക്കുന്നത്? ടി ആണ്. ഒന്നുകൂടി ശ്രദ്ധിക്കണം, സൗത്തിലേക്കാണ് ഇരിക്കുന്നത്. അപ്പം റൈറ്റും ലെഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പം ആരാണ്? ടി ആണ് എക്സ്ട്രീം റൈറ്റിൽ അപ്പം ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ടി ആണ്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എഴുതി വെച്ചു. കാരണം ഇത് ലീനിയർ അറേഞ്ച്മെന്റ് ആണ്. ലീനിയറിന്റെ ഫസ്റ്റ് തന്നെ എടുത്ത് എഴുതരുത്, മിസ്റ്റേക്ക് പറ്റും. അതുകൊണ്ട് എന്തു ചെയ്തു? ഇൻഡിവിജ്വലായി തന്ന സാധനങ്ങൾ എഴുതി വെച്ചു. ഫുൾ എഴുതിയതിന് ശേഷം നമ്മൾ എന്താക്കി? സ്ട്രേറ്റ് ലൈൻ വരച്ചു. അതിനുശേഷം എന്താക്കി? നമ്മൾ ഓരോന്ന് എടുത്ത് എഴുതി. എന്നിട്ട് ചോദിച്ച ക്വസ്റ്റ്യന് ആൻസർ എഴുതി. ഓക്കെ, ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താണ്? സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത് പറഞ്ഞിട്ട്. അപ്പം ഇത് ലെഫ്റ്റും ഇത് റൈറ്റും ആയിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻ എ റോ 10 persons ഫേസിങ് നോർത്ത്. നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് റൈറ്റും ഇത് ലെഫ്റ്റും ആയിരിക്കും. ഓക്കെ, എ ഈസ് സിറ്റിംഗ് സെക്കൻഡ്. ജസ്റ്റ് ഇപ്പോൾ ചെറിയൊരു ഡീറ്റെയിൽസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഴുതി നോക്കാം. പ്രത്യേകിച്ച് ഒരു കുഴപ്പമുണ്ടാവില്ല. എന്താണ്? കാരണം ഇവിടെ ലെഫ്റ്റും റൈറ്റും പറഞ്ഞിട്ടുണ്ട്. എ ഫ്രം ദ ലെഫ്റ്റ്, അതായത് ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത്തെ ആളായെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? എ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ്, രണ്ടാമത്തെ ആളായിട്ട് എ ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ ആൻഡ് ബി ഈസ് സിറ്റിംഗ് ഫോർത്ത് ഫ്രം ദ റൈറ്റ്, നാലാമത്തെ ആൾ. 1 2 3 4, നാലാമത്തെ ആളായിരിക്കുന്നുണ്ട്? ബി ഇരിക്കുന്നുണ്ട്. ഇത് എ ആണ്, ഇത് ബി ആണ്. പിന്നെ എന്താ ചോദിച്ചുള്ളത്? ഫ്രം ദ റൈറ്റ് ഹാൻഡ് ഹൗ മെനി പേഴ്സൺസ് ആർ സിറ്റിംഗ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എൻ്റെയും ബീൻ്റെ ഇടയ്ക്ക് എത്ര ആൾക്കാർ ഇരിക്കുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്? 1 2 3 4 5 6 6 ആൾക്കാർ. ബാക്കി എത്ര ഉണ്ടാവും? 1 2 3 4. ഇപ്പം മൊത്തത്തിൽ ആൾക്കാരായി 1 2 3 4 5 6 7 8 9 10 ആൾക്കാരായി. അപ്പം എയുടെ ബിയുടെ എത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും? 4 ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, ഇപ്പം നമുക്ക് ഈ അറേഞ്ച്മെൻറ്റിന് അത് സർക്കുലർ ആയാലും ലീനിയർ ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിളായിരിക്കും. അത് വായിച്ചുകൊണ്ട് നമുക്ക് ആ ഫിഗറിലേക്ക് അത് മാറ്റാൻ പറ്റിയാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം അത് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ, അതിപ്പം ഒരു ഡിസ്ക്രിപ്ഷൻ തരും. ആ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ഡാറ്റ ലൈക്ക് ലീനിയർ അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ ലീനിയർ അറേഞ്ച്മെൻറ്റ് ചെയ്യാം, സർക്കുലർ ആണെങ്കിൽ സർക്കുലർ അറേഞ്ച്മെൻറ്റ് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, ഒന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ ഈ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്തിൻ്റെ അകത്ത് നിന്ന് കിട്ടും? ഈ നമ്മൾ ചെയ്തൊരു ഇത് ലീനിയർ ആണോ സർക്കുലർ ആയത് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അപ്പം ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒറ്റൊരു സ്ഥലത്ത് തെറ്റിയാൽ കംപ്ലീറ്റ് ആൻസർ തെറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ചെയ്യുന്നത് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തുക. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക ചെയ്ത അറേഞ്ച്മെൻറ്റ് കറക്റ്റ് ആണോ എന്ന്. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൂമി പ്രിപ്പിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ലൂമി ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൂമി ഐഡിയും പാസ്വേഡും ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലും പറയാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.